ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് റീകുക്ഡ്. നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കൊടപ്പൻ കൊണ്ട് ഒരു കട്ട്ലറ്റ് ആണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കൊടപ്പൻ തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൊടപ്പൻ്റെ കറ ഇറങ്ങാതിരിക്കാനായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ തിരുമ്മി വെക്കണം. പിന്നെ ഒരു മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് വേവിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില വേണം. ഒരു മീഡിയം സൈസ് സവാള ഫൈനലി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് വേണം. 1/2 ഇഞ്ച് വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി വേണം. 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. മീറ്റ് മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ ഗരം മസാലയോ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് സ്ലറി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ ഒരു 4 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചപ്പൊക്കെ മാറി മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് വഴറ്റിയെടുക്കാം. സവോള ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊടപ്പൻ ചേർത്ത് കൊടുക്കാം. കൊടപ്പൻ വേവാനായിട്ട് അത്യാവശ്യം സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് മിനിമം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. കൊടപ്പനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് അത്യാവശ്യം സ്പൈസി കട്ട്ലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും അളവിൽ മാറ്റം വരുത്തണം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീറ്റ് മസാല ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. മീറ്റ് മസാല യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഇതേ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. മസാലയും ഉരുളക്കിഴങ്ങും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട്ലറ്റ്സ് കോട്ട് ചെയ്തെടുക്കാനുള്ള സ്ലറി പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ സ്ലറി തയ്യാറാക്കിയെടുക്കാം. സ്ലറിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഒത്തിരി ലൂസാവാനോ ടൈറ്റ് ആവാനോ പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസി, ഒരു മീഡിയം പോറബിൾ കൺസിസ്റ്റൻസിയിൽ സ്ലറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ്സ് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ കട്ട്ലറ്റ്സ് റെഡിയാക്കാനുള്ള ഫില്ലിംഗ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിനി ഓരോന്നും വട്ടത്തിൽ ഷേപ്പ് ചെയ്തെടുക്കുവാണ്. ഇതുപോലെ ബാക്കിയുള്ള മസാലയും ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ മസാലയും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്ലെയിൻ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം.
നമുക്കിനി പ്ലെയിൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റീസ് സ്ലറിയിൽ കോട്ട് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ എല്ലാ പാറ്റീസും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാ പാറ്റീസും ഒരു പ്രാവശ്യം പ്ലെയിൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തു. പിന്നെ സ്ലറിയിൽ കോട്ട് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കട്ട്ലറ്റ്സ് നല്ല ക്രിസ്പി ആയിരിക്കും. മാത്രമല്ല പാറ്റീസ് പെട്ടെന്ന് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും ആ ബ്രെഡ് കോട്ടിങ് പൊടിഞ്ഞു പോകത്തുമില്ല. പിന്നെ കുറച്ച് കൂടുതൽ കട്ട്ലറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ സിപ്പ് പൗച്ചിലോ ഇട്ട് ഫ്രീസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ്സ് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ കട്ട്ലറ്റ്സ് വറുത്തെടുക്കണം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ കംഫർട്ടബിൾ ആ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ കട്ട്ലറ്റ്സ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്താലും മതിയാകും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ്സ് ഒക്കെ ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് കട്ട്ലറ്റ്സ് ഞാനിവിടെ വറുത്തെടുക്കുകയാണ്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റ്സും വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു കട്ട്ലറ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.